സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഡിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. അതായത് നേരത്തെ ക്ലാസ്സിൽ നമ്മൾ മാർജിൻ എന്താണെന്ന് കണ്ടു. മാർജിൻ കൊണ്ട് പറ്റാത്ത കാര്യം പാഡിങ് കൊണ്ട് പറ്റും, പാഡിങ് കൊണ്ട് പറ്റാത്ത കാര്യം മാർജിൻ കൊണ്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രാക്ടിക്കലായിട്ട് കാണാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. വർക്കിംഗ് ഫയൽസ്. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യാം. നമ്മൾക്ക് ഡെസ്ക്ടോപ്പിൽ title1.html ഫയലായിട്ട് സേവ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ചെറുതാക്കാം, എന്നിട്ട് നമുക്ക് ലൈവ് പ്രിവ്യൂ എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും, അതാണ് ലൈവ് പ്രിവ്യൂ. അഡോബ് ഈ പറയുന്ന ബ്രാക്കറ്റ്സിന് മാത്രമാണ് ശരിക്കും ലൈവ് പ്രിവ്യൂ ഉള്ളത്. ബാക്കിയുള്ളതിനെല്ലാം എക്സ്റ്റൻഷൻസ് വാങ്ങിച്ച്, അല്ലെങ്കിൽ കാശ് കൊടുക്കണ്ട, എക്സ്റ്റൻഷൻ വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യണം. VS കോഡിൽ എക്സ്റ്റൻഷൻ വേണം, Notepad++ൽ വേണം. പക്ഷേ ഇതിൽ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൈവ് പ്രിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് എംഎറ്റ് വെച്ചിട്ട്, അതായത് എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ട് ടാബ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ HTML കോഡ് കിട്ടി. ഇനി നമുക്ക് ഈ ബോഡി ടാഗിനകത്ത് നമുക്കൊരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പി ഇട്ടിട്ട് നമ്മൾ ടാബ് അടിച്ച് കഴിഞ്ഞാൽ ഈ എംഎറ്റ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അത് ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും കോഡ് അടിക്കേണ്ടി വരും. പിന്നെ ഒരു ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ, ഒരു മോശം വാർത്ത അല്ലെങ്കിൽ സങ്കട വാർത്ത എന്ന് പറഞ്ഞാൽ, ഈ അഡോബ് ബ്രാക്കറ്റ്സ് എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ 2021 അത് ഔട്ട് ഓഫ് ഡേറ്റ് ആവും. അതായത് അഡോബുകാർ അതിൻ്റെ സപ്പോർട്ട് നിർത്തും. പിന്നെ ഇതിൻ്റെ അഡോബിൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഇത് VS കോഡോ അതുപോലെ വേറെ എന്തെങ്കിലും Notepad++ഓ അതുപോലെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. ഏതായാലും അഡോബ് ബ്രാക്കറ്റ്സിൻ്റെ എന്താ പറയുക, അതിൻ്റെ കാലം കഴിയാറായി. ഏതായാലും പാരഗ്രാഫ് ഇട്ടിട്ട് നമുക്ക് ലോറം എന്ന് അടിച്ചിട്ട് ടാബ് അടിച്ച് കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് കിട്ടി. ഇനി നമ്മളിവിടെ സ്റ്റൈൽ ടാഗ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ പാരഗ്രാഫ് നമ്മൾ സ്റ്റൈൽ ചെയ്തെടുക്കും. അതിനാദ്യം നമ്മളൊരു ബോർഡർ കൊടുക്കാം. ബോർഡർ 1 പിക്സൽ സോളിഡ് റെഡ്. എന്നിട്ട് നമ്മൾ അടുത്തത് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് ഒരു 200 അല്ല, ഒരു 350 കൊടുക്കാം. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. എല്ലാം ടോട്ടലായിട്ട് എംഎറ്റ് എന്ന് പറഞ്ഞ സാധനം, ഈ എംഎറ്റ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ടോട്ടലായിട്ട് ടൈപ്പ് ചെയ്ത് കയറ്റണ്ട. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഹൈറ്റ് ആണെങ്കിൽ H150 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വന്നോളും. അതാണ് എംഎറ്റിൻ്റെ പ്രത്യേകത. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കാം. കണ്ട, ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആ പാരഗ്രാഫ് ആ പറയുന്ന ലൈനായിട്ട് ഇവിടെ കാണാൻ പാടില്ലേ, ഈ ലൈനായിട്ട് മുട്ടി, അതായത് ആ ബോർഡറിലേക്ക് കയറിയാണ് നിൽക്കുന്നത്, ഇവിടെ മുട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് പാഡിങ് കൊടുത്ത് ശരിയാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഓർക്കുക, പാഡിങ് എന്ന് പറയുന്നത് എപ്പോഴും ഇതിൻ്റെ അകത്തായിരിക്കും വരുന്നത്, പുറത്ത് വരുന്നതാണ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ പാഡിങ് കൊടുക്കാം. പാഡിങ് നമ്മൾ ഒറ്റ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും 4 സൈഡുകളിൽ, അതായത് 4 ടോപ്പ് ബോട്ടം റൈറ്റ് ലെഫ്റ്റ് ഇവിടെ എല്ലാം വരും. അപ്പോൾ നമ്മളതൊന്ന് നോക്കാം. കണ്ട, ഇപ്പോൾ ഇവിടെ ഒരു കുറച്ച് സ്പേസ് വന്നിട്ടുണ്ട്. ഇതാണ് പാഡിങ് എന്ന് പറയുന്നത്. പാഡിങ് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ പാഡിങ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പാഡിങ്ങിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ, ഇതിൻ്റെ പാഡിങ് ഇല്ലായിരുന്നെങ്കിൽ കണ്ട, ഇത് ഇത്ര ചെറുതാണ്. ഇനി പാഡിങ്ങിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അതായത് പാഡിങ് 100 കൊടുത്തു. കണ്ട, ഇത് പാഡിങ് 100 കൊടുത്തപ്പോൾ ഇത് ഭയങ്കരമായിട്ട് വലുതായി. ഈ പാഡിങ് എന്ന് പറയുന്നത് നമ്മൾ തോന്നിയ പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എലമെൻറ്റ്, അത് പാരഗ്രാഫ് ആണെങ്കിലും ഡിവ് ആണെങ്കിലും അതിങ്ങനെ വലുതായി വരും, സൈസ് ഇൻക്രീസ് ചെയ്യും.
അപ്പോൾ പാഡിങ് ഒന്നല്ലെങ്കിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസൈൻ തന്നെ ചളമാകും. അപ്പോൾ പാഡിങ്ങിൻ്റെ ഇത് ഇത്രയാണുള്ളത്. പാഡിങ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡർ ബോക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഞാൻ പിന്നത്തെ ഒരു ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പാഡിങ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പാഡിങ്ങിലും മാർജിനിലുള്ളതുപോലെ തന്നെ പാഡിങ്ങിൽ ഷോർട്ട് ഹാൻഡ് ഉണ്ട്. അതായത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈഡിലും ഇനിയിപ്പോൾ 10 പിക്സൽ 20 പിക്സൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞൊരു ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, TRBL ട്രബിൾ എന്ന് പറയുന്ന ഷോർട്ട് കട്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ ടോപ്പും റൈറ്റുമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ടോപ്പ് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒറ്റ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 വാല്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വാല്യൂ ടോപ്പും ബോട്ടവും, ഇത് റൈറ്റും ലെഫ്റ്റും, അങ്ങനെയാണ് വരുന്നത്. ടോപ്പ് ബോട്ടം 10 പിക്സലാണ്, റൈറ്റും ലെഫ്റ്റും എന്ന് വെച്ചാൽ 20 പിക്സലാണത്. ഇത് പിന്നെ ഇവിടെ ഇത്തിരി സ്പേസ് വരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മളുടെ ഈ ഹൈറ്റ് കൊടുത്തിരിക്കുന്ന കാരണമാണ്. ഹൈറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പാഡിങ് കാണാൻ പറ്റും. ഇപ്പോൾ ടോപ്പ് 10 പിക്സൽ, ബോട്ടം 10 പിക്സൽ, റൈറ്റും ലെഫ്റ്റും 20 പിക്സൽ, 20 പിക്സൽ. ഇപ്പം ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ബോട്ടം റൈറ്റ് ലെഫ്റ്റ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ പറയും. ട്രബിൾ എന്ന് പറയുന്നത് 4 എണ്ണം കൂടി കൊടുത്ത്, TRBL എന്ന് പറയുന്നത് 4 എണ്ണം കൂടി ഒരുമിച്ച് കൊടുത്താലുള്ളൊരു ഫോർമുലയാണ് ട്രബിൾ. ഇനിയിപ്പോൾ 30 പിക്സൽ, ഇനിയിപ്പോൾ 40 പിക്സൽ, ഇങ്ങനെ വരാൻ നേരത്താണ് ട്രബിൾ എന്ന് പറയുന്ന TRBL അപ്ലൈ ആവുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർത്തിരിക്കാനുള്ള കോഡാണ്. അതായത് ഇപ്പോൾ ടോപ്പ് 10 പിക്സൽ, റൈറ്റ് 20 പിക്സൽ, ബോട്ടം 30 പിക്സൽ, ലെഫ്റ്റ് 40 പിക്സൽ. ഞാൻ പറഞ്ഞത് ശരിയാണോ? 10 പിക്സൽ ടോപ്പ്, 20 പിക്സൽ റൈറ്റ്, 30 പിക്സൽ ബോട്ടം, 40 പിക്സൽ ലെഫ്റ്റ്. അപ്പോൾ ഇങ്ങനെ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇത് ലെഫ്റ്റാണിത്. ലെഫ്റ്റ് 40 പിക്സൽ വന്നിട്ടുണ്ട്. റൈറ്റ് എന്ന് പറയുന്നത് 20 പിക്സലാണ്. ഇതുണ്ട്, ഇത്രയും ഉള്ളൂ. പിന്നെ ടോപ്പ് എന്ന് പറയുന്നത് 10 പിക്സൽ, ബോട്ടം എന്ന് പറയുന്നത് 30 പിക്സൽ. അപ്പം ഇങ്ങനെ ഈ TRBL ടോപ്പ് റൈറ്റ് ബോട്ടം ലെഫ്റ്റ്, ടോപ്പ് റൈറ്റ് ബോട്ടം ലെഫ്റ്റ്, ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി 3 എണ്ണം വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും വന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. 3 എണ്ണം കൊടുത്തു. അപ്പോൾ ടോപ്പും റൈറ്റും കൊടുത്തിട്ടുണ്ട്, ടോപ്പും ബോട്ടവും കൊടുത്തിട്ടുണ്ട്, ഈ റൈറ്റ് കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റാണ് കൊടുക്കാത്തത്. ഇത് ടോപ്പ് റൈറ്റ് ബോട്ടം ഇത് കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റാണ് കൊടുക്കാത്തത്. TRB ടോപ്പ് റൈറ്റ് ബോട്ടം ഇത് കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ലെഫ്റ്റിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റൈറ്റിൽ നിന്ന് എടുക്കും. 20 പിക്സൽ ആണെങ്കിൽ അത് തന്നെ അപ്ലൈ ആവും. അതായത് ഇതിൽ കൺഫ്യൂഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ ഇതിപ്പോൾ എന്താ പറയുക, ഒരു മിറർ പോലെയാണത്. അതായത് ഇപ്പോൾ ഇത് ടോപ്പും ബോട്ടം ഓപ്പോസിറ്റ് സൈഡല്ലേ. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഒരു സംഭവം കൊടുത്തില്ലെങ്കിൽ എടുക്കുന്നത്. അതായത് ലെഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ റൈറ്റിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ റൈറ്റ് കൊടുത്തില്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് എടുക്കും. അല്ലാതെ നേരെ തിരിച്ച്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയില്ല, ടോപ്പിൽ നിന്ന് സൈഡിലേക്ക് കൊടുക്കുന്ന പരിപാടിയില്ല. അതായത് കണ്ണാടിയിൽ നമ്മൾ നിൽക്കില്ലേ, കണ്ണാടി നിൽക്കുമ്പോൾ നമ്മളതിൻ്റെ നേരെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും, നമ്മൾ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കാണില്ല. അതുപോലെ തന്നെ ഒരു വാല്യൂ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിഫ്ലക്റ്റ് ആകുന്ന ഒരു രീതിയാണത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്റ്റ് ചെയ്യും. ലെഫ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിൽ വരും, റൈറ്റിൽ കൊടുത്താൽ ലെഫ്റ്റിൽ വരും. അങ്ങനത്തെ ഒരു ലോജിക്കാണ്. അതുപോലെ ടോപ്പും ബോട്ടം ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആയത് കാരണം അത് റിഫ്ലക്ഷൻ ചെയ്യും, അല്ലാതെ സൈഡിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യില്ല. സൈഡിലേക്ക് ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യില്ല. അപ്പം ടോപ്പും ബോട്ടം ഓപ്പോസിറ്റ് സൈഡ്, അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്റ്റ് ചെയ്യും. ലെഫ്റ്റും റൈറ്റും ഓപ്പോസിറ്റ് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. ഇനി പാഡിങ്ങിൻ്റെ വേറൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പാഡിങ് ഇങ്ങനെ പാഡിങ് ഷോർട്ട് ഹാൻഡിൽ തന്നെ കൊടുക്കണ്ട. ചിലപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം പാഡിങ് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ പാഡിങ്
ഈ പറയുന്ന ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ് ഇങ്ങനെ ഇൻഡിവിജ്വൽ ഇത് അങ്ങനെ കൊടുക്കാം. പാഡിങ് ബോട്ടം അത് കൊടുക്കാം. അല്ലെങ്കിൽ എനിക്കിപ്പോൾ പാഡിങ് ലെഫ്റ്റ്, പാഡിങ് ടോപ്പ്, പാഡിങ് റൈറ്റ്, പാഡിങ് ലെഫ്റ്റ്, പാഡിങ് ബോട്ടം ഇത് ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും ഇൻഡിവിജ്വലായിട്ട് എനിക്ക് എല്ലാം കൂടി കൊടുക്കേണ്ട കാര്യമില്ലെങ്കിൽ എനിക്ക് ഒറ്റ പ്രോപ്പർട്ടി ആയിട്ട് പാഡിങ് ലെഫ്റ്റ്, പാഡിങ് റൈറ്റ്, ടോപ്പ് അത് മാത്രമായിട്ട് കൊടുക്കാം. അപ്പം ഞാൻ പാഡിങ് ടോപ്പ് മാത്രമായിട്ട് കൊടുക്കാൻ പോകുന്നു. അത് ഞാൻ 30 പിക്സൽ കൊടുക്കുന്നു. അപ്പം ടോപ്പ് മാത്രമായിട്ട് കിട്ടി. അപ്പം അങ്ങനെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാം. ഓരോന്നും ടോപ്പ്, ബോട്ടം, റൈറ്റ്, ലെഫ്റ്റ് അത് ഓരോന്നും അത് മാത്രമായിട്ട് കൊടുക്കാം. എല്ലാം കൂടി കൊടുക്കണമെങ്കിൽ നമുക്ക് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി അനുസരിച്ച് ട്രബിൾ എന്ന് പറയുന്ന ഇതനുസരിച്ച് നമുക്ക് അങ്ങനെയും കൊടുക്കാം. ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ്. അപ്പോൾ ഇത്രയാണ് പാഡിങ് എപ്പോഴും അകത്താണ് വരുന്നത്, എലമെൻറ്റിൻ്റെ അകത്താണ് വരുന്നത്. പിന്നെ പാഡിങ്ങിൻ്റെ എന്തുകൊണ്ട് നമ്മൾ പാഡിങ് കൊടുക്കണം? ഇപ്പോൾ ഇതിലൊരു പാരാഗ്രാഫാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈ പാരാഗ്രാഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചാടിപ്പോവില്ല. പക്ഷേ ഇമേജ് ആണെങ്കിൽ ഒരു ഡിവിൻ്റെ അകത്ത് നമ്മൾ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈഡർ ടാഗ് ഇതൊരു ഡിവ് ആണെങ്കിൽ ആ ഇമേജ് ചിലപ്പോൾ ഇവിടെ തന്നെ ഇരിക്കണമെന്നില്ല. അതെങ്ങോട്ട് വേണമെങ്കിൽ ഇമേജ് ഈ കോർണറിലേക്ക് പുള്ളി ആ ഇമേജ് വേണമെങ്കിൽ ചാടി സൈഡിലേക്ക് പോവാം, ലെഫ്റ്റിലേക്ക് ചാടാം, താഴോട്ട് പോവാം. അപ്പം അതുകൊണ്ട് നമ്മൾ പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ചെറിയൊരു ഒരു ഇഞ്ചല്ല, ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു മില്ലിമീറ്റർ പോലും അനങ്ങാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ എന്താ പറയുക ചില സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന നേരത്ത് ഈ തെർമോക്കോൾ വെക്കില്ലേ, തെർമോക്കോൾ വെച്ചിട്ട് ചില വാഷിംഗ് മെഷീനൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് തെർമോക്കോൾ അതിൻ്റെ ചുറ്റും വെക്കുന്ന പോലെയാണത്. പിന്നെ അത് അനങ്ങത്തില്ല. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഈ പാഡിങ് എന്ന് പറയുന്നത്. പാഡിങ് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ആ പറയുന്ന ഇമേജോ ആ ഒരു എന്താണോ അതിൻ്റെ അകത്തുള്ളത് അത് അനങ്ങില്ല എന്നുള്ളതാണ്. കാരണം 4 സൈഡിലും പാഡിങ് ആണ്, അതിൻ്റെ സ്പേസ് എടുത്തേക്കാണത്. പിന്നെ സ്പേസ് ഇല്ല അനങ്ങാൻ വേണ്ടി. അപ്പോൾ അതാണ് പാഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നോട്ടിഫിക്കേഷൻസ് കൂടി ബെൽ നോട്ടിഫിക്കേഷൻസ് കൂടി എനേബിൾ ചെയ്യണം. കാരണം ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.